പിടിച്ചില്ലേ അങ്ങനെ ഇരിക്കും വർമാജോട് കളിച്ചാല് ഇനി മാഡോട് ഞാൻ പിടിക്കാം. അത് വേണ്ട, മതി കളിച്ച് സ്റ്റേറ്റ് ലെവലില് ചാമ്പ്യൻ ആയിരുന്നു 2 തവണ. ഇവിടെ എത്തിയപ്പോ മുതൽ മൊത്തത്തിലൊന്ന് റിഫ്രഷ്ഡ് ആയ പോലെ. എന്തെങ്കിലും പറ്റിയാ കൊണ്ടുപോകാൻ അടുത്തൊരു ഹോസ്പിറ്റൽ പോലും ഇല്ല. എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? പിന്നെ എങ്ങനെ ആലോചിക്കണം? കാടിന്റെ അകത്ത് ഓരോന്ന് പണിതിട്ടിട്ട് അതിന് റിസോർട്ട് എന്ന് പേരും. ചേച്ചി പേടിക്കണ്ട, പിള്ളേരെ ഞാൻ നോക്കിക്കോളാം. എന്നിട്ടാണ് ഈ ഞങ്ങളുടെ പുറകെ വരുന്നേ? പിള്ളേരുടെ പുറകെ കൂടോ? ചെല്ലേ ചെന്ന് നോക്ക്, ഞാനങ്ങ് വരാം. മല്ലി എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഇതിന്റെ അറ്റ എവിടെയായിരിക്കും? ഓ, ഇതിനങ്ങനെ അറ്റമൊന്നുമില്ല, പരന്നങ്ങ് കിടക്കുമല്ലേ. അങ്ങ് കാണുന്നത് ഏതാണ്ട് 50 ഏക്കർ വരും. അതുകൂടെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം മേടിച്ച് ഈ പ്രോപ്പർട്ടിയോട് അറ്റാച്ച് ചെയ്തു. നൈസ്. വർമാജിയുടെ വീട്ടിലാരൊക്കെയുണ്ട്? എല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ ഒരു 15 ലക്ഷം രൂപയ്ക്ക് അനാഥനായി പോയി. കടം വന്നു, അപ്പൊ എല്ലാരും പോയെന്ന്. അതിരുകാക്കും മലയൊന്ന് തുടുത്തേ തുടുത്തേ തക തകതാ. ഓയ് നീ അത് വീടന്റെ എൽവിസേ, നീ നിന്നെ കൊണ്ട് പറ്റുന്ന വഴി ബെസ്റ്റ് ക്വാളിറ്റി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. എന്ത് കാര്യം? പടം പൊട്ടിയില്ലേ? 16 നിലയിൽ ഇവിടെയാണെങ്കിൽ റേഞ്ചും ഇല്ല. ഞാനിവിടെ മര്യാദയ്ക്ക് പറഞ്ഞല്ലേ നമുക്ക് 2 കൂടെ ബാങ്കോക്കിൽ പോകാന്ന്. അവിടെയാണെങ്കിൽ ഒരു പരിപാടി ഇങ്ങനെ നടന്നേനെ. ഇവിടെ ചുമ്മാ മോദിക്കൊണ്ടിരിക്കുക. എടാ, വൈഫും പിള്ളേരിലാണ്, നമുക്ക് എന്താഘോഷമാണ്. വൈഫും പിള്ളേരും ബാങ്കോക്കിൽ നല്ല രസമായിരിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡറാണത്ര. എറിയാൻ അറിയുന്നതിൻ്റെ കയ്യിൽ വടി കൊടുക്കില്ലെന്ന് പറയുന്നത്. ഈ കാട ഇപ്പൊ എങ്ങനെ സംഭവ സ്ഥലം? വല്ല ഊട്ടിയോ കൊടൈക്കനാലോ പോയാൽ മതിയായിരുന്നു. ഞാനിപ്പോ എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നു. എന്നാ പിന്നെ ഞാൻ പോയി ഡിന്നറിനുള്ള ഏർപ്പാട് ചെയ്യട്ടെ. ഉച്ചക്കത്തെ പോലെ ബോറാക്കല്ലേ? മാക്സിമം നന്നായിട്ട് ട്രൈ ചെയ്യാം. ബോറാക്കാനാ? അതെ, നന്നാക്കാം. തുപ്പിയിട്ടിട്ട് തരുടി നിനക്കൊക്കെ. ഇയാളൊരു ഞരമ്പ് രോഗി കേട്ടാ. അവനോ? എന്നവൻ എന്റെ വാങ്ങും. ഒരു കുഴപ്പമില്ല എൽവസ്, അതൊരു പാവാ. നിനക്ക് ആരാ പാവങ്ങളല്ലാത്ത? സകലരും പാവങ്ങളാ. ലോകം കാണാത്തൊരു പൊട്ടി. ആ, സിഗ്നൽ വന്നു. എനിക്കില്ലല്ലോ, വീക്ക് സിഗ്നലായിരിക്കും. ആ, കറക്റ്റാ, സിഗ്നൽ പോയി. എന്താടാ? എന്താ അബദ്ധം പറ്റി. എന്ത്? നമ്മുടെ അപ്പാർട്ട്മെന്റ് ഗ്രൂപ്പിലോട്ട് ഒരു വീഡിയോ സെൻഡ് ആയിപ്പോയി. എന്ത് പരിപാടിയാ? ആ ഫ്ലാറ്റിലെ പെണ്ണുങ്ങളും കുട്ടികളും ആ ഗ്രൂപ്പിലുള്ളതാ. നിന്റെ ഫോണിൽ വരുമ്പോ കണ്ടാട്ടാ. എന്താ എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ലേ? നിങ്ങൾ ആണെങ്കിൽ ഇതൊക്കെ പാടുള്ളൂ. പ്രമോഷൻ വീഡിയോ എന്ന് വെച്ച് ആ നശിച്ച പടം പിടിച്ചത് എല്ലാത്തിനും കാരണം. ഇപ്പൊ നല്ല പ്രൊമോഷൻ ആയാലും വല്ല കോമഡി പടം എടുത്താൽ മതി. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, തമിഴ് പടം എടുക്കുന്ന പോലെ മലയാളം പടം എടുത്ത് വെച്ചേക്കാം. പൊട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നിന്നെ കൊള്ളില്ല സലീമേ. പെണ്ണുങ്ങൾ ഇങ്ങനെ തറുതല പറയുമ്പോ 2 പൊടിച്ച് അപ്പൊ ശരിയാവും. അപ്പൊ പിന്നെ അവളല്ലാണ്ട് വിലേ. 30 വയസ്സ് കഴിഞ്ഞിട്ടും ഹ്യൂമർ സെൻസ് ഉള്ള എത്ര പെണ്ണുങ്ങളുണ്ടാ കേരളത്തില്? അപ്പൊ പിന്നെ ഇതുപോലെ റയർ ആയിട്ട് നമ്മുടെ വീട്ടിലിരിക്കണം നമുക്ക് ക്രെഡിറ്റ് അല്ലേ? നമ്മൾ ടെൻഷൻ അടിച്ച് വീട്ടിൽ വന്നിരിക്കുമ്പോ ഇതുപോലെ 2 തമാശ പറഞ്ഞ നമുക്ക് ആശ്വാസം. അല്ല, മറ്റേ വീഡിയോ ഫുള്ളൂടായിരുന്ന അടിപൊളി. അമ്മ ഈ അപ്പ എഴുന്നേക്കുന്നില്ല. എല്ലാരും അവിടെ റെഡി ആയി കാണും. വാ നമുക്ക് പോവാം. വാ പോവാം, നമ്മള് ലേറ്റ് ആവുന്നു. വാ. വാ 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 നോക്കിയിട്. വാ, ഒന്ന് ചവിട്ടിയെടുത്തോ. ഓക്കെ, പോരെ. മോളല്ലേ ഇന്ന് രാവിലെ റൈഡിന് പോകണമെന്ന് പറഞ്ഞത്, എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത്? എഴുന്നേറ്റപ്പോ ഇത്തിരി ലേറ്റ് ആയി പോയി. പെട്ടെന്ന് കയറ്. വാ വാ വാ. അയ്യോ, ഞാൻ ക്യാമറ എടുക്കാൻ മറന്നുപോയി. എടുത്തിട്ട് വരണോ? വൈകിയേ. വേണ്ട മാലിനി, ഈ ഫോണിലെടുക്കാം. നല്ല അസല് ക്യാമറയാ. ആദി, ഇങ്ങ് വാ, ഇവിടെ ഇരിക്കാം. എവിടേക്കാ? ഞാനാ വഴികാട്ടി. അതിന് മടിയിലിരിക്കണം, ബാക്കി പോയിരിക്കണം. വെരി ഗുഡ്. ചേട്ടൻ്റെ ഭാര്യയോട് കൂടി ഇരിക്കും. ആ, മോൾ ഇവിടെ ഇരുന്നു കേട്ടോ.
ആ ബാം 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 ബാം. എങ്ങോട്ടാ എങ്ങോട്ടാ? ഞാൻ ദേ ഇവിടെ ഇരിക്കാനായിട്ട്. വേണ്ട വേണ്ട വേണ്ട. എൽവിസ് എവിടെ? എഴുന്നേറ്റിട്ട് വേണ്ടേ? ഈ പുലർച്ചെല്ല റൈഡൊന്നും എൽവിസിന് പറഞ്ഞിട്ടില്ലല്ല. ചേച്ചിക്ക് പ്രഷറുണ്ടോ? ആരാടോ എന്റെ ചേച്ചി? അല്ല, ക്ലിഫ് ടോപ്പിൽ പോയ ചിലർക്ക് തല ഇറങ്ങും, അതുകൊണ്ട് ചോദിച്ചതാ. താൻ മാറിക്കേ. എന്റെ നച്ചു നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നീ എവിടെ നിന്ന്? താൻ മിണ്ടാണ്ടിരിക്കണ്ടേ? ഒരു പ്രശ്നമില്ലാത്ത ഒരു അറ്റാക്ക് വന്ന് കത്തിട്ടുണ്ട്. പോവാം. പിടിച്ചിരുന്നോ പിടിച്ചിരുന്നോ, മോള് പിടിച്ചിരിയല്ലേ വീഴും. വരും. ദാ, നോക്കിക്കോ. അങ്ങനെയല്ല, തിരിച്ചു പിടിച്ചു. ബൈനോക്കുലർ കുട്ടിക്കല്ലേ, മാവന് പുളി അല്ല കിളിയെ കാണാനുള്ള. ശ്ശോ, എന്ത് ഭംഗിയാ. ആനയെ കാണണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സാഹിബ് ഇപ്പൊ ആശുപത്രിയിലാണ്. ഈ പഴശ്ശിരാജ സിനിമയില്ലേ? അല്ലല്ല, അതൊക്കെ സെറ്റിട്ട കാടല്ലേ, ഇത് ഒറിജിനൽ കാട്. മനുഷ്യൻ ആദ്യം പിറന്ന വീട്. ഇത് എത്ര മണിക്കൂറിന്റെ റൈഡാണ്? അങ്ങനൊന്നുമില്ല, എത്തി. കാലെടുത്ത് നോക്കിയേ, കാലെടുത്ത് നോക്കിയേ. ചവിട്ടിയുടെ ചവിട്ടിയുടെ ആരും പേടിക്കണ്ട, ഇതൊക്കെ ഇവിടെ പതിവുള്ളതാണ്. എന്താ പറ്റിയേ? കുഴി. ഇനി ഒരു അടി മുന്നോട്ട് പോകണമെങ്കിൽ വണ്ടി തള്ളേണ്ടി വരും. എല്ലാരും വാ, കമോൺ, ഇതൊക്കെ ഒരു അഡ്വഞ്ചർ അല്ലേ? പിന്നെ വണ്ടി തലല്ല അഡ്വഞ്ചർ. വാ, നജുമയൊക്കെ ഇങ്ങ് ഇറങ്ങിക്കോ. പിള്ളേർ വേണേ അവിടെ ഇരുന്നോട്ടെ, വലിയൊരു ഇറങ്ങിക്കോ. ഞാൻ ഇവിടെ വാ നിസ്നി, തള്ളാം. ഞാനില്ല, എന്നെ കൊണ്ട് വയ്യ. ആ ബസ് എന്റെ നച്ചുമ്മ നീ ഒരു തള്ള്. തള്ളിക്കോ. പണ്ട് ഇതുപോലെ എന്റെ ബിൽഡിംഗ് സൈറ്റിൽ ലോറി വന്ന് സ്റ്റക്ക് ആയപ്പോഴേ ഞാൻ ഒറ്റയ്ക്ക് കൈ കൊണ്ട് തള്ളാനാ പറഞ്ഞ, വാ കൊണ്ട് പിന്നെ തള്ളാം. പിടിച്ചോ. ശക്തിയില്ലല്ലോ, തടി മാത്രം ഉണ്ടല്ലോ എല്ലാവർക്കും. ആ, തള്ളിക്കോ തള്ളിക്കോ. ഇനി മുരുകല്ലേ, പൂപ്പനെ മനസ്സിൽ ധ്യാനിച്ചൊക്കെ തള്ളിക്കോ. ഇളകട്ടെ, ഓട്. ചേച്ചി ഒളിമ്പിസിൽ ഓടിയിട്ടുണ്ടോ? വീടല്ലേ, അതിന്റെ അടിയിൽ ഒന്നായി പോകും. ഞാൻ കൈ പിടിക്കാം. നമ്മളങ്ങനെ ടോപ്പിലെത്തുകയാണ്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. പിള്ളേരൊക്കെ ഇറങ്ങി വാ. ദൂരോട്ടൊന്നും പോവല്ലേ? ഇത് കൊള്ളാല സ്ഥലം. വേഴാമ്പലൊക്കെ ഉള്ള സ്ഥലമാ. രാത്രിയാകുമ്പോ അവിടെ വന്നിരുന്ന് കേഴും. ദുബായിൽ നിന്നൊക്കെ വന്ന സമയത്ത് ഞാനും വന്നിരുന്ന് കേഴുമായിരുന്നു അവിടെ. ജീവിതത്തിന്റെ നഗ്നത. അതെ. ആ ഇക്ക, ഒരു ഫോട്ടോ എടു. അല്ലെങ്കിൽ വേണ്ട താൻ. ആ, ഇത് സെൽഫിയാ, ശരിയാക്കി താ. വാ. നല്ല ക്യാമറ എന്ന് പറഞ്ഞിട്ട് തെളിച്ചം കുറവാട്ടോ. അതിനെന്റെ കണ്ണട മാറ്റം. ബാറ്ററിയിലോ പൂർത്തിയായി. എന്നാ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതേപോലുള്ള ഹൈറ്റ്സിൽ വരുമ്പോ ചിലർക്ക് അങ്ങനെയുള്ള ടെൻഡൻസി വരാറുണ്ടേ. നോൺസെൻസ്. ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പൊ എനിക്കില്ല. ഐ എം ഹാപ്പി വിത്ത് മൈ ലൈഫ്. കേട്ടല്ലോ? ഹാപ്പി അബൌട്ട് ലൈഫ്? എന്താടോ? അല്ല, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് സന്തോഷമാണോ? അതൊരു അവസാനമല്ലേ? ഗ്രീഡി അബൌട്ട് ലൈഫ്, അതാണ് കറക്റ്റ് അല്ലേ?
ഈ ജീവിതത്തോടുള്ള ആർത്തി. താൻ ആരാ? രാമൻ, ഇതെന്റെ ഏതും തോട്ടം. കളിയൊക്കെ കഴിഞ്ഞില്ലേ? എന്നാ നമുക്ക് പോവാം. ഈ ജീപ്പിൽ പോരണവരെ സമ്മതിക്കണം. പോറാൻ വെള്ളമായി. കുതിരയുടെ പാല് നിന്റെ തലമുടി ഒരുപോലെ. അതായിക്കാ പോണിറ്റെയിൽ എന്ന് പറയുന്നത്. ആ ഫ്ലഷ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എന്നാത്തിനാ സാറേ? സാറാ കാട്ടിലേക്ക് ഒന്ന് ഇറങ്ങി ഇരുന്ന് നോക്കിയേ. ഒരു പ്രത്യേക സുഖ. ആ പ്രത്യേക സുഖം വേണ്ട. ഞാൻ പോയി പേപ്പർ എടുത്തു. പേപ്പർ ഒന്നും വരുത്താറില്ല സാറേ. സലീമേ, ഇമാരി സ്ഥലം വേറെ ഉണ്ട് നിന്റെ കയ്യില്. ടി വിയും ഇല്ല, റേഞ്ചും ഇല്ല, ഒന്ന് അപ്പിടാൻ ഫ്ലഷും വർക്ക് ചെയ്യുന്നില്ല. ഇതൊന്നും ഇല്ലാതെ ഒരു 2 ദിവസം ജീവിച്ചു നോക്കിയ എൽവിസ്, യു വിൽ ഫീൽ ഡിഫറെന്റ്. അപ്പിടാണ്ടോ? ഞാനാരേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ റിസോർട്ടിന് ഓണറാ. ഇപ്പൊ വരാം. വയറ് കൊളായി. രാമൻ, ഞാൻ പോവാ. ആ പോലെ അപ്പടം മോളിങ് വന്നേ. എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? ഡോണ്ട് ടോക്ക് ടു മീ. നമുക്കൊരു ഹോഴ്സ് റൈഡിന് പോയാലോ? ഇതുണ്ടോ? അതൊന്നും ഈ പാക്കേജിലില്ല. പിന്നെ എന്തിനാ ജന്തു? റൈഡല്ല, റേസിന് പോയിക്കൊണ്ടിരുന്ന ആളാ. ഇപ്പൊ വയസ്സായി. റിട്ടയർഡ് ലൈഫ് ഞങ്ങളുടെ ഇവിടെ ഇല്ലടാ. അങ്കിൾ അതിന്റെ പേരെന്താ? ഗ്ലോബലി ജീവിച്ചിരുന്ന ആളാ. വാ വാ, പ്രായാവുന്ന ഒരു അസുഖമൊന്നുമല്ലോ. ചുമ്മാ റിസോർട്ടിന്റെ പേരിൽ മനുഷ്യനെ പറ്റിക്കാൻ ഒരു കുതിര അല്ല മോളെ? എന്റെ കൊച്ചു ചാടിച്ചോ? എന്നാലും അപ്പൊ വന്നില്ലല്ലോ. നമുക്ക് നാളെ വേറെ പരിപാടി പോകാം. ശരിക്കും? പോവാം. ഇതിനുള്ളിൽ വലിയൊരു ഗുഹയുണ്ട്. ഹി ഈസ് സച്ച് എ നൈസ് ഫാദർ അല്ലേ? അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയണേ? അല്ല, സാധാരണ ഭാര്യമാർക്ക് അങ്ങനെ കേൾക്കുന്ന ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് പറഞ്ഞു. എന്നാ എനിക്ക് അങ്ങനെയല്ല. ആണോ? അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ക്രാഷ് കോഴ്സ് ഞങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. എന്ത് കോഴ്സ്? മാലിന്യയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളില്ലേ? വി ക്യാൻ ഹെൽപ്പ് യു റീലീവ് ഇറ്റ്. അയ്യടാ, അതും പറഞ്ഞ് വേറെ ബിസിനസ്. എന്റെ ഉള്ള അങ്ങനെയൊന്നും ഉറങ്ങിക്കിടക്കണില്ല. ഇന്ത്യ തന്നെ ഞാനതങ്ങ് സഹിച്ചു കേട്ടോ. അതെന്തിനാ അങ്ങനെ സഹിക്കുന്നത്? ഈ ചൊരു ജന്മവാസനയായിട്ട് കിട്ടിയതാണോ?